അപ്പോൾ ഞാനിവിടെ ഈ ഉടുപ്പിൻ്റെ ഇറക്കവും അതുപോലെ തന്നെ ഇതിൻ്റെ വീതിയും എടുത്തിട്ടുണ്ട് കേട്ടോ. ഈ യോക്കിൻ്റെ ഇറക്കമാണ് എടുത്തിട്ടുള്ളത്. യോക്കിൻ്റെ ഇറക്കം അതുപോലെ തന്നെ ഇതിൻ്റെ വീതി എടുത്തിട്ടുണ്ട് കേട്ടോ. കണ്ട ഇവിടെയുള്ള ഈ വീതി കൂടെ എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ള അളവ് ഇതുപോലെ എടുക്കുക. ഇനി ഞാൻ ഈ ഒരു തുണി 4ആയിട്ട് ഒരു ചെറിയൊരു ഭാഗമാണ് കേട്ടോ, ഇതിങ്ങനെ 4ആയിട്ട് മടക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ നമുക്ക് ആവശ്യമുള്ള അളവിൽ നമുക്കിതുപോലെ മടക്കിയിടണമെങ്കിൽ നമുക്ക് ബാക്കിയുള്ള ഭാഗം വേസ്റ്റ് ആവാതെ കിട്ടും കേട്ടോ. അപ്പോൾ ഞാൻ ഇത് മാർക്ക് ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ യോക്കിൻ്റെ ലെങ്ത്ത് ഞാനിവിടെ മാർക്ക് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ ഷോൾഡർ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഷോൾഡർ ഞാൻ അവിടെ ഒരു 5 ഇഞ്ചാണ് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. പിന്നെ ആം ഹോളും ഇതുപോലെ തന്നെ ഒരു 5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിനെ നമ്മൾ സാധാരണ ഇതിനിങ്ങനെ നന്നായി കുഴിച്ച് വെട്ടാറുണ്ടല്ലോ, ഇതുപോലെ നന്നായി ഒന്ന് ഷേപ്പ് ചെയ്ത് വരക്കാറുണ്ട്. അപ്പോൾ ഇതിന് അങ്ങനെ ഷേപ്പ് ചെയ്ത് വരച്ച് കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ജസ്റ്റ് ഒന്നിങ്ങനെ ഒരു മാർക്ക് കൊടുത്താൽ മതിയാവും. ഇനി ഇതിൻ്റെ വീതി മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ചെസ്റ്റ് അളവ് മാർക്ക് ചെയ്ത് കൊടുത്ത് ഇനി താഴോട്ട് ഈ ഷേപ്പിൻ്റെ ഭാഗം ഞാനിവിടെ ലൂസാക്കിയിട്ട് തന്നെ എടുക്കണം കേട്ടോ. അപ്പം നമുക്കൊരു ബാക്കിൽ വള്ളി വെച്ചാൽ അതിനെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് കെട്ടാൻ പറ്റുമല്ലോ. ഇനി ഞാനിതാ ഇതേ അളവിൽ തന്നെ തുണി മടക്കിയിട്ടിട്ടുണ്ട് കേട്ടോ. 4ആയിട്ട് ഒരു തുണി കൂടെ ഇതുപോലെ മടക്കിയിട്ടിട്ടുണ്ട്. അപ്പം ഞാനിതാ ഇതിൽ നിന്ന് ഒരു 1.5 ഇഞ്ച് നമ്മൾ എത്രയാണ് എടുക്കണത്, യോക്കിൻ്റെ ലെങ്ത്ത് എത്രയാണ് എടുക്കണമെന്നുണ്ടെങ്കിൽ അതിനേക്കാൾ ഒരു 1.5 ഇഞ്ച് കുറച്ച് കൊടുക്കാം കേട്ടോ. എന്നിട്ട് അപ്പം ഞാനിവിടെ എടുത്തതിനേക്കാൾ 1.5 ഇഞ്ച് കുറച്ചിട്ട് ഇത് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് 1.5 ഇഞ്ച് ഇങ്ങനെ മേലേക്കാക്കിയിട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് അതേപോലെ അതിങ്ങനെ വെച്ചിട്ട് നമ്മൾ കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ കണ്ടോ, നിങ്ങൾ 1.5 ഇഞ്ചാണ് ഇവിടെ ഞാൻ കുറച്ചിട്ടുള്ളത് കേട്ടോ. ഇനി നമുക്കിതിൻ്റെ താഴോട്ടുള്ള പീസ് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് താഴോട്ട് എത്ര ലെങ്ത്താണ് വേണ്ടതെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് അങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതെങ്ങനെ സ്റ്റിച്ച് ചെയ്യാൻ നോക്കാം. അപ്പോൾ ഞാൻ ഈ 2 ചെറിയ പീസ് എടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ ഒരു വലിയ പീസ് എടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ വലിയ പീസ് എന്ന് വെച്ചാൽ നമ്മൾ ആദ്യം കറക്റ്റായിട്ട് ലെങ്ത്തിൽ കട്ട് ചെയ്ത പീസ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഈ ഒരു 1.5 ഇഞ്ച് കുറച്ചിട്ട് കട്ട് ചെയ്തിട്ടില്ല, ആ പീസ് എടുക്കുക. എന്നിട്ട് അതിൻ്റെ ഈ അടിവശം ഉണ്ടല്ലോ, ഷോൾഡറിൻ്റെ ഭാഗമല്ല, ഈ അടിവശം നമ്മൾ ഒന്ന് ചെറുതായി ഒന്ന് മടക്കി അടിച്ചു കൊടുക്കുക. ഇനി അവിടെ എലാസ്റ്റിക്കാണ് നിങ്ങൾക്ക് വേണ്ടതെന്നുണ്ടെങ്കിൽ അത് ഒരു സ്ലീവിൻ്റെ ഭാഗമായിട്ടാണ് കേട്ടോ വരിക. ഷോൾഡറും സ്ലീവും കൂടിയിട്ടുള്ള ഭാഗമായിട്ടാണ് വരിക. അപ്പോൾ നമുക്ക് ഇതിങ്ങനെ എലാസ്റ്റിക്കാണ് വെക്കണമെന്നുണ്ടെങ്കിൽ അത് എലാസ്റ്റിക് വെക്കേണ്ട വീതിക്കനുസരിച്ച്, ഉള്ളിലേക്ക് കയറ്റേണ്ട വീതിക്കനുസരിച്ച് നിങ്ങൾ മാർക്ക് ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പം ഞാൻ ഇവിടെ എലാസ്റ്റിക് ഒന്നും വെച്ച് കൊടുക്കണില്ല, അതിന് പകരമായിട്ട് അതുപോലെ ഒന്ന് മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ 2 മടക്കി ചെറിയൊരു 4 ഇഞ്ച് വീതിയിൽ മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ യോക്കിൻ്റെ പീസിലേക്ക്, ഈ വലിയ നമ്മൾ കറക്റ്റായിട്ട് അളവിലെടുത്തിട്ടുള്ള ഈ പീസിൻ്റെ ഈ മേലെ, ഇതിൻ്റെ മേലെ കേട്ടോ, നല്ലപ്പുറം വേണം ഇതുപോലെ വെച്ച് കൊടുക്കാം. എന്നിട്ട് ഈ റിഗാളിൻ്റെ ഭാഗം ഉണ്ടല്ലോ, ഈ ആം ഹോളിൻ്റെ ഭാഗത്ത് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ. 4 ഇഞ്ച് വീതിയിൽ നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതുപോലെയാണ് കേട്ടോ കിട്ടുക. ഇനി ഇതിൻ്റെ മേലെയാണ് നമ്മൾ വെച്ച് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി നമ്മൾ അടുത്ത ഇതേപോലെ പീസ് ഉണ്ടല്ലോ, നമ്മുടെ ഈ ചെറിയ പീസ് ഈ ഒരു അടുത്ത റിഗാളിൻ്റെ അവിടെ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ നമുക്കിതാ ഇതുപോലെയാണ് കിട്ടുക കേട്ടോ. അപ്പോൾ നമുക്കൊരു കൺഫ്യൂഷൻ ഉണ്ടാവും, ഇത് എന്താ ചെയ്യേണ്ടത്, എങ്ങനെ ചെയ്യേണ്ടതെന്ന്. യാതൊരു കൺഫ്യൂഷനും വേണ്ട, നമുക്ക് അത് തനിയെ നമുക്ക് മനസ്സിലാവും. അപ്പോൾ അടുത്ത ഒറിജിനൽ യോക്ക് പീസ് ഉണ്ടല്ലോ, ഒറിജിനൽ യോക്ക് പീസ് എന്ന് പറയുമ്പോൾ നമ്മുടെ കൂട്ടിയെടുത്തിട്ടുള്ള ആ ഒരു പീസ് അത് ഇതുപോലെ വെച്ച് കൊടുത്തിട്ട് ആ ഒരു റിഗാളിൻ്റെ ഭാഗം സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ ഇവിടെയും ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക കേട്ടോ. സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെയാണ് നമുക്ക് കിട്ടുക കേട്ടോ. അപ്പോൾ ഇതാണ്, ഈ ഒരു ഭാഗമാണ് നമ്മുടെ ഷോൾഡറും അതുപോലെ തന്നെ സ്ലീവും ആയിട്ട് വരുന്നത് കേട്ടോ. ഇനി നമുക്ക് ഇതിനൊന്ന് ചെറുതായി ഒന്ന് മടക്കി അടിച്ചു കൊടുക്കാം. അപ്പോൾ ഇതിന് നമ്മൾ എലാസ്റ്റിക്കാണ് വെച്ച് കൊടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആ എലാസ്റ്റിക്കിൻ്റെ അളവിൽ എത്രയാണ് വീതിയിൽ ചെറിയൊരു എലാസ്റ്റിക് ആയിരിക്കുമല്ലോ, അപ്പോൾ അതിൻ്റെ അനുസരിച്ചിട്ട് മടക്കി ചെയ്ത് കൊടുക്കാം കേട്ടോ.
അപ്പോൾ ഞാൻ എന്താ ഇതിൻ്റെ ആ നെക്കിൻ്റെ ഒരു അളവ് എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ആ ഒരു നെക്കിൻ്റെ അളവിലേക്ക് നിങ്ങൾക്ക് എലാസ്റ്റിക് എന്ന ഒരു രീതി കാണിച്ചു തരാം. അപ്പോൾ നമുക്കിത് എത്രയാണ് കിട്ടുകയെന്ന് നോക്കാം. അതിനേക്കാളൊരു എലാസ്റ്റിക് ഇടുമ്പോൾ നമ്മൾ ആ ഒരു അളവിൽ എലാസ്റ്റിക് എടുത്തിട്ട് ഇടാം കേട്ടോ നെക്ക്. അപ്പോൾ കഴുത്ത് ആ നെക്കിൻ്റെ ഭാഗം നമ്മൾ അളന്ന് നോക്കുക. നമ്മളൊരു അളവുണ്ടെങ്കിൽ അളന്ന് നോക്കുക കേട്ടോ. നിങ്ങൾക്ക് അറിയാത്തൊരു കാര്യമാണ് ഞാൻ പറയുന്നത് കേട്ടോ. ഞാനിവിടെ എലാസ്റ്റിക് അല്ല വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ ഇതുപോലൊരു പീസ് എടുത്തിട്ട് ഞാൻ മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എന്നിട്ട് അത് മറിച്ചെടുക്കുന്നുണ്ട്. വള്ളി ഇടുമ്പോൾ നമ്മൾ ഇതിൻ്റെ നല്ല വശത്തേക്കാണ് വേണ്ടത്, അത് ഫ്രണ്ടിലേക്ക് തന്നെ വേണം. അപ്പോൾ ഇവിടെ ഒരു ഓപ്പൺ വേണമല്ലോ, ഈ വള്ളി കൊടുക്കാനൊരു ഓപ്പൺ വേണം. അപ്പോൾ അതിനായിട്ട് ഞാൻ ഒരു ഫ്രണ്ട് ഭാഗം എടുത്തിട്ട് ഇതിൻ്റെ സെൻറ്റർ ഇങ്ങനെ മടക്കി പിടിച്ചിട്ട് ചെറുതായിട്ട് 1 ഇഞ്ച് വീതിയിൽ ലെങ്ത്തിലൊന്ന് കട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ആ കട്ട് ചെയ്ത ഭാഗം ഒന്ന് മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. എലാസ്റ്റിക്കാണ് ഇതിനിടുന്നെങ്കിൽ ഇങ്ങനെയൊന്നും ചെയ്യേണ്ടതില്ല കേട്ടോ. അപ്പോൾ ആ ഭാഗം ഞാൻ ഒന്ന് ചെറുതായി ഒന്ന് മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇല്ലയെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു നൂലൊക്കെ വലിഞ്ഞ് നിൽക്കുമല്ലോ, അപ്പോൾ അതൊന്നും ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഹോൾ വെക്കണ ആ ഒരു ഇതുണ്ട്, അത് ഹോൾ ചെയ്താൽ മതിയാവും കേട്ടോ. എൻ്റെയൊക്കെ അങ്ങനെയുള്ള സാധനങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ടാണ്. അപ്പോൾ ഇതുപോലെയാണ് കേട്ടോ ഞാനൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. ചെറിയൊരു ഇത് ഓപ്പണാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ. ഇനി ഇതുപോലെ ഈ വള്ളി ഇതിൽ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അല്ലെങ്കിൽ ആദ്യം നിങ്ങൾ മടക്കിയതിന് ശേഷം എന്തെങ്കിലും ഒരു സൂചിയോ എന്തെങ്കിലും കൊണ്ടിട്ട് ഉള്ളിലേക്ക് ഈ വള്ളി അകത്തേക്ക് കയറ്റി കൊടുത്താൽ മതിയാവും കേട്ടോ. വള്ളി അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഊരി പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇതുപോലെ ഒരു വെച്ച് കൊടുക്കുന്നുണ്ട്, ചെണ്ട് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതുപോലെ ഇതിങ്ങനെ വെച്ചില്ലെങ്കിലും ഈ വള്ളിയുടെ അറ്റത്ത് ചെറിയൊരു മണി എന്തെങ്കിലും ഇത്തിരി വലിപ്പമുള്ളൊരു മണി വെച്ചിട്ട് അതങ്ങനെ കെട്ടി കൊടുത്താൽ മതിയാവും കേട്ടോ. നമ്മൾ റെഡിമെയ്ഡ് ഡ്രസ്സിലൊക്കെ അങ്ങനെ കാണാറില്ല, അതുപോലെ ചെയ്ത് കൊടുത്താലും നല്ല ഭംഗിയുണ്ടാവും. അതിനുശേഷം നമുക്ക് ഈ വള്ളി ഇങ്ങനെ വലിച്ചിട്ട് നമുക്കിതിൻ്റെ നെക്കൊന്നിങ്ങനെ ചുരുക്കി കൊടുക്കുക. അഡ്ജസ്റ്റ് ചെയ്ത് നമ്മൾ കറക്റ്റ് അളവിലേക്ക് ആക്കി കൊടുക്കുക കേട്ടോ. ഇനി നിങ്ങൾക്ക് ഇത് അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും നീങ്ങാതിരിക്കാൻ കറക്റ്റ് അളവിൽ തന്നെ കറക്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഈ ഷോൾഡറിൻ്റെ ഈ ഭാഗം സെൻറ്റർ നോക്കിയിട്ട് ഇത് കറക്റ്റ് അളവിൽ നമ്മൾ നെക്ക് കറക്റ്റാക്കി വെക്കുക. ഇതുപോലെ വലിച്ച് കറക്റ്റാക്കി വെച്ചതിന് ശേഷം ഈ ഷോൾഡറിൻ്റെ സെൻറ്ററിൽ ആ വള്ളിക്ക് എടുക്കണ ആ ഒരു ഭാഗത്ത് നമ്മളൊന്ന് ചെറുതായി ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ മതിയാവും കേട്ടോ. അപ്പോൾ വള്ളി അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ കുറച്ചങ്ങോട്ട് നീണ്ടു പോവുകയോ അതുപോലെ ഒന്നും ചെയ്യില്ല, കറക്റ്റായിട്ട് നിൽക്കുകയും ചെയ്യും. നമ്മൾ ഫ്രണ്ട് ഭാഗം മാത്രം അപ്പോൾ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്താൽ മതിയാവും കേട്ടോ. അപ്പോൾ നമുക്ക് തലയൊക്കെ കിടക്കുന്ന സമയത്ത് അത് ഊരിയിട്ട് കുറച്ച് നീട്ടി കൊടുക്കാം. അതുപോലെ തന്നെ അത് കഴുത്തിൽ കിട്ട ശേഷം അത് ചുരുക്കി കൊടുക്കുകയും ചെയ്യാം കേട്ടോ. അപ്പോൾ ഫ്രണ്ട് ഭാഗത്ത് ആ നെക്കൊക്കെ കറക്റ്റായിട്ട് നിൽക്കുകയും ചെയ്യും. ആ ഷോൾഡറിൻ്റെ സെൻറ്ററിലായിട്ട് ചെറുതായി ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ, വള്ളി നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങാതിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതുപോലെയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. കണ്ടോ, നെക്ക് കറക്റ്റായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇന്ന് നിങ്ങൾക്ക് ബാക്കിൽ വള്ളി വെക്കണമെന്നുണ്ടെങ്കിൽ അതുപോലെ വള്ളി വെച്ച് കൊടുക്കുക. ഇതുപോലെ ഒരു പീസ് എടുത്തിട്ട് സ്റ്റിച്ച് ചെയ്ത് മറിച്ച് കൊടുക്കുക. അതെല്ലാം എലാസ്റ്റിക് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യണമെങ്കിൽ സെൻറ്ററിൽ ഒരു എലാസ്റ്റിക് വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്താലും മതിയാവും കേട്ടോ. അപ്പോൾ ബാക്കിൽ കെട്ടാനുള്ള വള്ളിയൊക്കെ ഞാൻ പിടിപ്പിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നമുക്കിതിങ്ങനെ അരഭാഗം ചെറിയ കുട്ടികളാകുമ്പോൾ നമുക്ക് ഇതുപോലെ സിബൊന്നും ഇല്ലാത്ത ഒരു ഡ്രസ്സാകുമ്പോൾ നമ്മുടെ വേസ്റ്റിൻ്റെ ഭാഗം നമ്മൾ കറക്റ്റ് ഷേപ്പാക്കിയിട്ടുണ്ടെങ്കിൽ ഇടാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ലൂസാക്കിയിട്ട് കുറച്ച് വള്ളിയൊക്കെ വെച്ച് കൊടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഞാൻ എലാസ്റ്റിക് വെക്കണോ വേണ്ടേ എന്നുള്ളൊരു കൺഫ്യൂഷനിലായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ എലാസ്റ്റിക് വെക്കണില്ല, ഞാനത് കറക്റ്റ് അളവിലേക്ക് തന്നെ ആക്കിയിട്ട് ഞൊറിവിട്ട് കൊടുക്കുകയാണ് കേട്ടോ ചെയ്യണത്. അപ്പോൾ സ്ലീവിൻ്റെ ഈ ഭാഗത്താണ് കേട്ടോ എലാസ്റ്റിക് വെക്കാൻ ഞാൻ പറയണത്. അപ്പോൾ നമുക്ക് ഇതുപോലെ ഇങ്ങനെ ചുരുങ്ങി കിട്ടും. സ്ലീവ് നമുക്ക് കുറച്ചും കൂടി നീളം വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ആ ലെങ്ത്ത് കൂട്ടിയാൽ മതിയാവും കേട്ടോ. നമ്മളിപ്പോൾ 1.5 ഇഞ്ച് ലെങ്ത്ത് കുറച്ചില്ലേ, ആ ഭാഗം നമ്മൾ കൂട്ടും തോറും സ്ലീവിന് ലെങ്ത്ത് കൂടും കേട്ടോ. അപ്പോൾ നമ്മൾ നെയ്റ്റിയൊക്കെ ഇതുപോലെ സ്റ്റിച്ച് ചെയ്യാം കേട്ടോ. ഇനി നമുക്കിതിൻ്റെ 2 സൈഡും കൂട്ടി കൊടുക്കാം കേട്ടോ, ജോയിൻറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ജോയിൻ്റ് ചെയ്യുന്ന സമയത്ത് ഈ സ്ലീവിൻ്റെ ഭാഗത്ത് കുറച്ചൊന്ന് കയറ്റി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം കേട്ടോ. സ്ലീവ് വല്ലാണ്ട് ലൂസായി കിടക്കാതെ ഒതുങ്ങി നിൽക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ പറയണത്. കുറച്ച് കൂടുതലായിട്ട് കണ്ടോ, ഞാൻ ഈ ഒരു അകലത്തിലാണ് ഇവിടെ നിന്നാണ് കേട്ടോ ജോയിൻ്റ് ചെയ്യണത്.
ഇനി നമുക്ക് താഴോട്ട് ഞൊറിവിടാനുള്ള പീസ് എടുക്കാം കേട്ടോ. അതായത് ഞാൻ 2 പീസായതുകൊണ്ട് ജോയിൻ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ചെറിയ പ്ലീറ്റ്സുകൾ ഇട്ട് കൊടുക്കാം കേട്ടോ. നമ്മുടെ തുണിക്കനുസരിച്ച് എത്രത്തോളം കൂടുതൽ പ്ലീറ്റ്സ് ഇടാൻ പറ്റും അത്രത്തോളം ഇട്ട് കൊടുക്കുക, ഇല്ലെങ്കിൽ അതിനനുസരിച്ച് ഇട്ട് കൊടുക്കുക കേട്ടോ. പ്ലീറ്റ്സ് ഇട്ടതിന് ശേഷം നമ്മുടെ യോക്കായിട്ട് ഇത് ജോയിൻ്റ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബായ്.